ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാന പാഠഭാഗമായ റൈൻ ബസേര എന്ന യാത്രാ വിവരണത്തിൻ്റെ മലയാളമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അമൃതലാൽ ബേഗഡയുടെ റൈൻ ബസേര എന്ന് പറഞ്ഞാൽ രാത്തു ബിതാനെ കാ സ്ഥാൻ, രാത്രിയിൽ തങ്ങാനുള്ള ഇടം എന്നാണ്, താവളം എന്നാണ്. ഇത് അമൃതലാൽ ബേഗഡയുടെ നർമ്മദാ പദയാത്ര, അതായത് കാൽനടയാത്രയുടെ വിശേഷതകൾ പങ്കിടുന്ന തീരെ നർമ്മദയിലൂടെ നമ്മളോട് പറയുകയാണ്. 1977 തൻ്റെ 50-ാം വയസ്സിൽ ആദ്യ യാത്രയും 2009 തൻ്റെ അവസാന യാത്രയും നടത്തിയ വിവരണമാണ് തീരെ നർമ്മദയിലൂടെ പറയുന്നത്. ഈ 33 വർഷത്തിനിടെയുള്ള 4000 കിലോമീറ്റർ പദയാത്രയുടെ വിശേഷങ്ങളാണ് തീരെ നർമ്മദ എന്ന യാത്രാ വിവരണം പറയുന്നത്. തൻ്റെ സഹായിയായ ചോട്ടുവിനോടൊപ്പം 1997 ഒക്ടോബർ 11 നടത്തിയ പദയാത്രയുടെ വിശേഷങ്ങളാണ് റൈൻ ബസേരെ എന്ന് പറയുന്ന ഈ യാത്രാ വിവരണത്തിൽ പറയുന്നത്. നമ്മൾ ഈ യാത്രാ വിവരണത്തിലൂടെ മലയാളത്തിലുള്ള കഥാസാരമാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് കഥാസാരത്തിലേക്ക് പ്രവേശിക്കാം. രാത്രിയിൽ ഞാൻ പുറത്തേക്കിറങ്ങി. ആകാശത്തിന് താഴെ ഇരുന്നു. നക്ഷത്രത്തെ കണ്ടപ്പോൾ ആകാശത്ത് ആരോ വെളുത്ത എള്ള് വിതറിയതുപോലെ തോന്നി. ചന്ദ്രൻ ഇല്ലാതിരുന്നതിനാൽ നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. സൂര്യൻ ഒറ്റയ്ക്ക് നീങ്ങുന്നു, നക്ഷത്രങ്ങൾ കൂട്ടമായി നീങ്ങുന്നു. അമാവാസി രാത്രി നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പകലിൻ്റെ ആകാശം ഹൗസ് ഓഫ് ലോർഡ്സ്, രാത്രിയുടെ ആകാശം ഹൗസ് ഓഫ് കോമൺസ്. പ്രഭാതം വന്നു. ഒറ്റയടിപ്പാത പെട്ടെന്ന് അപകടകരമായി മാറി. അല്പം തെറ്റിയാൽ നേരെ വെള്ളത്തിലേക്ക്. ആ പാത കനം കുറഞ്ഞില്ലാതായി. കുത്തനെയുള്ള കയറ്റം കയറി വളരെ പ്രയാസപ്പെട്ട് മുകളിലെത്തി. എന്നാൽ മുകളിൽ കോട്ടകളോ ഒറ്റയടിപ്പാതകളോ മേഘങ്ങളോ ഞങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. അവ ചുരുങ്ങി കനത്ത കറുത്ത മേഘങ്ങളായി മാറി. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം. ഒരാളെപ്പോലും കാണാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ പതോടയിലെത്തി. ഇന്ന് പതിവിലും പകുതി ദൂരമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും വെള്ളത്തെ ഭയന്ന് ഈ ഗ്രാമത്തിൽ തങ്ങേണ്ടി വന്നു. കുറച്ച് ആളുകൾ ചേർന്ന് ഗ്രാമത്തിലൊരു ക്ഷേത്രമുണ്ടാക്കിയിരുന്നു. അപ്പോൾ വിഗ്രഹം സ്ഥാപിച്ചിരുന്നില്ല. ക്ഷേത്രവരാന്തയിൽ ഇരുമ്പിൻ്റെ ഒരു വാതിലുണ്ട്. ക്ഷേത്രം നോക്കുന്ന ഗ്രാമവാസികൾ ആ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തന്നു. ഇന്ന് ഈ വരാന്തയിലാണ് ഞങ്ങളുടെ രാത്രിയിലെ അഭയകേന്ദ്രം. വെള്ളം കൊണ്ടുവരാൻ ബക്കറ്റ് തന്നു. രാത്രിയിൽ തറയിൽ വിരിക്കാൻ ഒരു വലിയ പുതപ്പ് നൽകി. സദാവൃതത്തെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ അത് ഞങ്ങളുടെ പക്കൽ ആവശ്യത്തിനുണ്ടായിരുന്നു. ചോട്ടു പുറത്തു പാചകം ചെയ്യായിരുന്നു. പരിപ്പ് അഥവാ ദാൽ തയ്യാറായി കഴിഞ്ഞു. റൊട്ടി ഉണ്ടാക്കുന്നതിനിടയിൽ വെള്ളം വന്നു. മിക്കവാറും എല്ലാ വയലുകളിൽ നിന്നും സോയാബീൻ വിളവ് എടുത്തിരുന്നു. വിളവെടുത്ത സോയാബീൻ്റെ ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു. ഈ മഴ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കിയിരുന്നു. എങ്ങനെയൊക്കെയോ ചോട്ടു റൊട്ടി ഉണ്ടാക്കി. ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചുറങ്ങാൻ കിടന്നപ്പോൾ മഴ തീർന്നു. വെളിയിൽ ബൾബ് കത്തുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഞാൻ ഉറക്കമുണർന്നപ്പോൾ എൻ്റെ കാലിനടുത്ത് ഒരു ഒഴിഞ്ഞ പുതപ്പിൽ ഒരാൾ ചുരുണ്ടുകൂടി കിടക്കുന്നു. അവൻ ഒന്നും തന്നെ പുതച്ചിരുന്നില്ല. കിടന്ന് പിറുവിറുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഉച്ചത്തിൽ ചിരിക്കുന്നു. ഇടയ്ക്ക് രാമായണത്തിലെ വരികൾ ചൊല്ലുന്നു. ഒരുപക്ഷേ ഭ്രാന്തനാകുമായിരുന്നു. ഞാൻ നിശബ്ദമായി ഉറങ്ങി. അല്പം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. എന്നാൽ ഉടനെ തന്നെ മടങ്ങിയെത്തി. വാതിക്കൽ നിന്നുകൊണ്ട് അലറി, "ആരാണ് നിങ്ങൾ? ഇവിടെ എങ്ങനെ പ്രവേശിച്ചു?" നിഷ്കളങ്ക രൂപത്തിൽ കണ്ട ഈ മനുഷ്യൻ പെട്ടെന്ന് ഭയാനക രൂപം സ്വീകരിച്ചു. ഇപ്പോൾ അവൻ വളരെ ദേഷ്യത്തിലാണ്. ഞങ്ങൾ മറുപടി ഒന്നും നൽകിയില്ല. അവൻ ഉച്ചത്തിൽ അലറി. ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. "ഈ ക്ഷേത്രം പണിതവർ തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്," ഞാൻ പറഞ്ഞു. "നോക്കൂ, ഈ പുതപ്പ്, ഈ ബക്കറ്റ് അവരാണ് നൽകിയത്." എന്നാൽ ആ ഭ്രാന്തൻ വെറുതെ തർക്കിച്ചുകൊണ്ടിരുന്നു. സ്വയം CID ഇൻസ്പെക്ടർ പോലെ പറയാൻ തുടങ്ങി. "എന്താ ചിന്തിക്കുന്നത്? ഞാൻ വേഷം മാറി കള്ളന്മാരെ കണ്ടെത്തുന്നു." അവൻ്റെ ചോദ്യങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു. മറുപടി നൽകിയില്ലെങ്കിൽ ചാട്ടാവാർ കൊണ്ടുള്ള അടി കിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ മറുപടി നൽകിയിരുന്നു.
അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയും അലറുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ചാട്ടാവാറുണ്ടെന്ന് തോന്നുമാറ് അവൻ വായുവിൽ കൈകൾ വീശുന്നുണ്ടായിരുന്നു. അവൻ്റെ ക്രോധം വർദ്ധിച്ചപ്പോൾ അവൻ്റെ മുഖവും ദേഷ്യത്താൽ വികൃതമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര നിസ്സഹായത അനുഭവിച്ചിട്ടില്ല. നിസ്സഹായതയോടെ ഞങ്ങൾ അവൻ്റെ ഭീഷണി സഹിച്ചു. അയൽപക്കത്ത് ധാരാളം വീടുകളുണ്ടായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആരും എത്തിയില്ല? ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്തേ അവർക്ക് മനസ്സിലായില്ലേ? ഈ രാത്രി ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ മൂലയിലുള്ള ഞങ്ങളുടെ സാധനങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതിലെന്താണ്? എനിക്കിത് അന്വേഷിക്കണം. ഞാൻ ചിന്താകുലയായി. അതിൽ പച്ചക്കറി മുറിക്കുവാനുള്ള ഒരു കത്തിയും ഉണ്ടായിരുന്നു. എങ്ങാനും അത് അവൻ്റെ കയ്യിൽ എത്തിയാലോ? എന്നിൽ ഭയത്തിൻ്റെ ഒരു തിരയിളക്കമുണ്ടായി. അവൻ ഞങ്ങളുടെ പെട്ടി തുറന്നു ഒന്നൊന്നായി പുറത്തേക്കെറിഞ്ഞു. ഞങ്ങൾ ശ്വാസമടക്കി അവൻ്റെ ഓരോ പ്രവൃത്തികളും നോക്കിയിരുന്നു. ഡെറ്റോൾ കുപ്പി തറയിലെറിഞ്ഞു. സാധനങ്ങൾ ഒന്നൊന്നായി പുറത്തേക്കെറിഞ്ഞു. കത്തിയും പുറത്തേക്ക് എറിഞ്ഞു. അവസാനം 2-3 പുസ്തകങ്ങൾ പുറത്തേക്കെടുത്തു. പുസ്തകം അവൻ തുറന്നു നോക്കി. പിന്നീട് അങ്ങനെ തന്നെ മടക്കി വെച്ചു. ഞങ്ങളിലേക്ക് തിരിഞ്ഞു ചോട്ടുവിനോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ചോട്ടു പറഞ്ഞു. നിങ്ങൾ എന്തു ചെയ്യുന്നു? എന്നോട് ചോദിച്ചു. ഞാൻ അധ്യാപികയാണ്. കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിരമിച്ചു, ഞാൻ പറഞ്ഞു. എൻ്റെ ശബ്ദം കഠിനമായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. എന്തോ നഷ്ടപ്പെട്ടതുപോലെ അവൻ മിണ്ടാതിരുന്നു. എന്തോ ഓർമ്മിക്കുന്നതുപോലെ, അവൻ എന്തോ ചിന്തിക്കുന്നതുപോലെ തോന്നിയിരുന്നു. കുറച്ചു നേരം എന്നെ ഇമവെട്ടാതെ നോക്കിയതിന് ശേഷം പറഞ്ഞു, ശരി, ഉറങ്ങിക്കൊള്ളൂ. ഞാൻ അടിമുടി പുതച്ച് ഉറങ്ങി. ഒരുപക്ഷെ അവനിപ്പോൾ പോയി കാണുമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരു വിചിത്ര സംഭവമുണ്ടായി. പെട്ടെന്ന് അവൻ എൻ്റെ കാലുകൾ അമർത്താൻ തുടങ്ങി. അവൻ്റെ ബലിഷ്ഠങ്ങളായ കൈകളുടെ സ്പർശനം കൊണ്ട് ഞാൻ വിറച്ചുപോയി. ഒന്നൊന്നായി 2 കാലുകളും നന്നായി തന്നെ അമർത്തി. അവൻ നല്ല ശക്തനായിരുന്നു. പിന്നീട് കൈകൾ അമർത്തി. കൈകളുടെ ഓരോ വിരലുകളും അമർത്തി. ഒരിക്കലും ഒരാളും വിരലുകൾ ഒടിക്കരുതേ എന്ന് ഓരോ നിമിഷവും ഞാൻ ചിന്തിച്ചു. അതിനുശേഷം അവൻ എൻ്റെ മുഷ്ടി തുറന്നു. അതിലേക്ക് എന്തോ വെച്ചു. മുഷ്ടി അടച്ച് അവൻ നടന്നു. അവൻ പോയപ്പോൾ ചോട്ടു വാതിലടച്ചു പൂട്ടി. ഞങ്ങൾ ദീർഘശ്വാസമെടുത്തു. എന്നാൽ ഉറക്കം വന്നില്ല. അവനിൽ പെട്ടെന്നുണ്ടായ മാറ്റം എന്തായിരിക്കും? ഞാൻ ഉറങ്ങാതെ കിടന്ന് ചിന്തിച്ചു. ആ അഹങ്കാരം എങ്ങനെയാണ് വിനയത്തിലേക്ക് മാറിയത്? മുഷ്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ 50 പൈസ, ഒരു നാണയം. പതുക്കെ പതുക്കെ ദുരൂഹത നീങ്ങാൻ തുടങ്ങി. പുസ്തകം എന്തേ അവൻ എറിഞ്ഞില്ല? പുസ്തകം കണ്ടപ്പോൾ അറിയാതെ അവൻ്റെ മനസ്സിൽ ഇക്കാര്യം എത്തിയിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഒരുപക്ഷെ പഠിച്ചവനോ ഗുരുവോ ആയിരിക്കും. ആ അസ്വസ്ഥമായ അവസ്ഥയിൽ പോലും ഗുരുവിനെ ബഹുമാനിക്കണമെന്ന സംസ്കാരം അവൻ്റെ ഉപബോധ മനസ്സിൽ കുഴിച്ചിട്ടിരുന്നു. ഞാൻ അധ്യാപകനാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായത്. അവൻ്റെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലും അവൻ്റെ സംസ്കാരം മേൽക്കൈ നേടിയിരുന്നു. അധ്യാപക ദിനത്തിൽ ദേശം മുഴുവൻ അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. എൻ്റെ നഗരത്തിൽ എനിക്ക് പല പ്രാവശ്യം ആദരവ് കിട്ടിയിരുന്നു. എന്നാൽ ഭയത്തിൻ്റെയും ഭീകരതയുടെയും ഈ രാത്രിയിൽ എനിക്ക് കിട്ടിയ സമ്മാനം അത് അസാധാരണമായിരുന്നു. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ ഏറ്റവും മികച്ച ആദരവ് ഇപ്രകാരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഇതിനുശേഷം എനിക്ക് വല്ലാതെ ഉറക്കം വന്നു. പ്രഭാതമായി. ചിതറിക്കിടന്ന സാധനങ്ങൾ പെട്ടിയിൽ പിറക്കി വെച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു. അദ്ദേഹം നമ്മുടെ ചില്ലിക്കാശ് പോലും എടുത്തില്ല. വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. രാത്രിയിൽ ഒരു ഭ്രാന്തൻ ഞങ്ങളെ നന്നായി ശല്യം ചെയ്തു. അയൽവാസിയായ യുവാവിനോട് ഞങ്ങൾ പറഞ്ഞു. 1.5 മണിക്കൂറോളം ഞങ്ങളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവന് ഞങ്ങളെ തല്ലാൻ പോലും കഴിയുമായിരുന്നു. അദ്ദേഹം എൻ്റെ അച്ഛനാണ്. ഭ്രാന്തനായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ആരെയും ഉപദ്രവിക്കാറില്ല. അദ്ദേഹം ഇവിടെ താമസിക്കാറില്ല. മണ്ടിദ്വീപിൽ എൻ്റെ സഹോദരങ്ങളോടൊപ്പം താമസിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് വന്നത്. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല? ഞാൻ വയലിൽ ഉറങ്ങുകയായിരുന്നു. സോയാബീൻ വിളവ് എടുക്കുകയായിരുന്നു. ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഇപ്പോൾ അവിടെ കാണും. ഞങ്ങളുടെ വഴി പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ അവനെ ശ്രദ്ധിച്ചില്ല. പിന്നെ അവൻ ഇറങ്ങി കാൽമുട്ടിൻ്റെ സഹായത്താൽ കുനിഞ്ഞ് എൻ്റെ കാൽ തൊട്ടു. ഗുരുദേവ, വളരെ ലജ്ജ തോന്നുന്നു. എന്ത് ചെയ്യണം? സ്ട്രോക്ക് വന്നതുപോലെയായിരുന്നു. അവൻ്റെ മുഖത്ത് പശ്ചാത്താപം, കണ്ണുകളിൽ കണ്ണുനീർ. സഹോദര, ഗുരുക്കന്മാരോടുള്ള ബഹുമാനം നിങ്ങൾക്ക് എത്രമാത്രം വർദ്ധിച്ചുവെന്ന് നിങ്ങൾക്കറിയില്ല. അതും ഒരു ഗുരുവിനോട് മാത്രമല്ല, എല്ലാ ഗുരുക്കന്മാരോടും, ഞാൻ പറഞ്ഞു. ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതേ
ആ നാണയം ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്.